എന്തുണ്ടായി? 4-5 ആളുകൾ ഞങ്ങളുടെ വീടുകളിലൊക്കെ വന്ന് ഞങ്ങളെ തല്ലി. ജോർജ് മാത്യു സാറിനെ അന്വേഷിച്ച് അവർ വന്നത്. ഞങ്ങളുടെ വീട്ടിലെ ചട്ടിയും കലമൊക്കെ അവർ നശിപ്പിച്ചു. രാമയ്യനും ഹംസയും വന്ന് അവർ ഓടിച്ചത്. അല്ലെങ്കിൽ 3-4 ആളുകളെങ്കിലും മരിച്ചേന്. ആരാ രാമയ്യൻ? കാസിം സെട്ടിന്റെ ആൾക്കാരാ ബാബ. ജോർജ് മാത്യന്റെ കൈത്തണ്ടിൽ വെടിയേറ്റിട്ടുണ്ട്. ഭയപ്പെടാനൊന്നുമില്ല. വേറെ 5 ആൾക്ക് ചില്ലറ മുറിവുകളുണ്ട്. എല്ലാവരെയും ഹോസ്പിറ്റലാക്കി. അഡ്മിറ്റ് ചെയ്തോ? എന്ത് മണ്ടത്തരാ കാണിച്ച്? എന്നാ ഡിസ്ചാർജ് ചെയ്യിക്കട്ടെ ബാബ. കഴുതകള് രണ്ടിനും ഈ തണ്ടു തടിയല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പോഴാണ് ആൻറ്റു വേണ്ടത്. പറ്റിയത് പറ്റി. ഒരു കാര്യം ചെയ്. ആര് ചോദിച്ചാലും ആരാണ് വന്നതെന്നോ എന്തിനാണ് വന്നതെന്നോ ഒരറിവില്ലെന്ന് പറഞ്ഞേക്കണം. സേട്ടുവിന്റെ ആൾക്കാര് നമ്മുടെ സ്ഥലത്ത് വന്നിട്ടില്ല. മനസ്സിലായോ? എല്ലാരും പോയിക്കോളി. ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. മക്കളെ, നമ്മൾ മോശക്കാരായല്ലേ? അത് പാടില്ല. നമ്മുടെ ആൾക്കാരോട് 4 വഴിക്കും പോകാൻ പറ. അവൻ എവിടെ ഉണ്ടെന്ന് ഉടനെ അറിയണം. നമുക്ക് ഇത് അവസാനിപ്പിച്ചേക്കാം.
എന്നെ രക്ഷിച്ചു. ഇനി എനിക്ക് ആരെയും പേടിക്കണ്ട. ഈ ഉപകാരം ഞാൻ മറക്കില്ല. എന്റെ ദൈവമാണ് ഇക്ക. ആ മതി മതി, ദൈവങ്ങളുടെ എണ്ണം കൂട്ടണ്ട. ഇക്ക, ഇന്ന് എനിക്ക് സ്വർണം വരും. ഉം. എന്റെ ആദ്യത്തെ ബിസിനസ്. ഇക്ക എന്നെ അനുഗ്രഹിക്കണം. ഉം, ഉം. ഇനി ഞാൻ പണം വാരും. കാല് വാരാതിരുന്നാ മതി. കള്ളക്കടത്ത് തുടങ്ങിയപ്പോ നില വന്നു, പാർട്ടി ചേർന്നപ്പോ വില വന്നു, ഇപ്പോ MLA ആയപ്പോ ഇമേജ്. ഇക്കാക്ക ആരോടാ ഈ വർത്തമാനവും ചിരിയും? എനിക്ക് എന്നോടല്ല പിന്നെ ആരോടാ സംസാരിക്കാനുള്ളത്? ഇതിനേക്കാ ഭേദം ജയിലായിരുന്നു. എന്താനും പറയാൻ അവിടെ എൻ്റെ മക്കളുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ 2 വർഷത്തെ ഇളവാ. ഒറ്റയ്ക്ക് ഓരോന്ന് ആലോചിച്ച് നീ കിടന്നോടാ. നാളെ പണിക്ക് പോകണ്ടല്ലേ, ഉറക്കം കളയണ്ട. ഇക്കാക്ക ഉറങ്ങുന്നില്ലേ? പകല് മുഴുവൻ ലോട്ടറിയും കൊണ്ട് നടപ്പ്, രാത്രിയായ ഉറക്കമില്ല. ഉറങ്ങാൻ പറ്റണ്ടേടാ. മനസ്സറിഞ്ഞൊന്ന് ഉറങ്ങിയിട്ട് 14 വർഷമായി. കണ്ണടച്ചാ തുടങ്ങും കാഴ്ചകൾ. എന്റെ കുഞ്ഞാമിന, സീനത്ത്, റംല. ഇക്കാക്ക അതൊന്നും ഓർക്കണ്ട, ഒക്കെ മറക്കാൻ നോക്ക്. മറക്കാനാണെങ്കിൽ പിന്നെ എന്തിനാടാ 1.5 കാലം വെച്ച് ഞാൻ ഒരു തെണ്ടിയെ പോലെ ജീവിക്കുന്നത്? ചത്തൂടെ എനിക്ക്. എന്റെ ദിവസം വരാറായി. എന്റെ മക്കളൊന്ന് ഇറങ്ങട്ടെ. 14 വർഷമായി എന്റെ കുട്ടികള് റിമാൻഡ്, ജയില്. 14 വർഷം. നീ വന്നേ, ചെക്ക് ചെയ്തു. സാർ, ആന്റണി ഭക്ഷണം കഴിക്കുന്നില്ല. ഏതാന്റണി? 321. എന്തു പറ്റി? അറിയില്ല സാർ. രാവിലെയും ഭക്ഷണം വാങ്ങി ആർക്കോ കൊടുക്കുക ചെയ്തത്. നിരാഹാര സമരം വല്ലതുമാണോ? ചോദിച്ചിട്ട് അയാൾ ഒന്നും പറയുന്നില്ല. ആന്റണി, നിങ്ങൾ പോയിക്കോളൂ. സാർ, അയാളോട് പോകാൻ പറഞ്ഞത് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയാണ്. എന്താ ആന്റണിയുടെ പ്രശ്നം? ഒന്നുമില്ല. പിന്നെന്താ നിങ്ങൾ ആഹാരം കഴിക്കാഞ്ഞത്? രാവിലെയും കഴിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ചാർജ് എടുത്തിട്ട് 1 വർഷമാകുന്നു. ഇന്ന് വരെ കുറ്റവാളികൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാൻ പരിഹരിച്ചിട്ടുണ്ട്, ഇല്ലേ? നിരാഹാരം ഇരിക്കാൻ എന്താണ് ഉണ്ടായത്? ചോദിച്ചതിന് മറുപടി പറയാൻ ആന്റണി. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. സ്നേഹത്തിന്റെ ഭാഷ മാത്രമല്ല എനിക്കറിയാവുന്നത്. പറയൂ, എന്താ നിന്റെ ആവശ്യം? ചോദിച്ചതിന് ഉത്തരം പറയണം. എന്നെ വെറുതെ വിടൂ, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. സാറേ, ഈ ഭ്രാന്ത് ഇടയ്ക്കുള്ളതാ. 10-12 കൊല്ലമായി ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണെന്ന് അയാൾ കൂടെ ഉള്ളവർ പറയുന്നത്. നിങ്ങളെ വിളിച്ചില്ലല്ലോ.
അയാൾ പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. ഇങ്ങനെ കുറെ ഭ്രാന്ത് എനിക്കുണ്ട്. എന്റെ വിവാഹം നടന്ന ദിവസം, ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ദിവസം, എന്റെ മകൾ ജനിച്ച ദിവസം, അങ്ങനെ പലതും. ഇന്നെന്റെ വിവാഹ വാർഷികമാണ്. എന്നിട്ട് അത് ഇങ്ങനെയാണോ ആഘോഷിക്കുന്നത്? നമുക്ക് സ്വീറ്റ്സ് വാങ്ങാം, തടവുകാർക്കെല്ലാം കൊടുക്കാം. എന്താ? വേണ്ട. കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. ജലപാനം പോലും ഇല്ലാതൊരു ദിവസം. ഈ വർഷവും ഞാൻ ആഘോഷിച്ചോട്ടെ. ഓക്കെ, നിന്റെ ഇഷ്ടം. വിചിത്രമാണ് നിന്റെ സ്വഭാവം. ആ, അടുത്ത വാർഷികം ഭാര്യയും മകളും ഒപ്പം ആർഭാടമായി ആഘോഷിക്കാം. മോളുടെ ബർത്ത്ഡേന്ന് ബാവയോട് പറഞ്ഞിരുന്നോ? ഇല്ല. പിന്നെ അയാൾ എന്തിനാ വന്നത്? സുജയ്, നന്ദിയോട് പറയരുത്. ബാബാ, നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ വരില്ലെന്ന് വിചാരിച്ചോ? മോളെ, മോൾ അറിയോ ഉപ്പുപ്പാനെ? ആ ആ മോളറിയോ? സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടിയുടെ കുഞ്ഞു കയ്യിലൊരു കുഞ്ഞു വള. എന്താ സുജാതയുടെ മുഖം വല്ലാതെ? ഞാൻ വന്നത് അധികപ്പറ്റായോ? അയ്യോ ഇല്ല ബാബ, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു ആഘോഷമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ബാബയെ അറിയിക്കായിരുന്നു. എന്റെ മുഖത്ത് നോക്കി നുണ പറയാൻ നിനക്ക് അറിയില്ല. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ബാബ വരും, വരണം. എന്റെ മക്കൾ എന്നെ ബാപ്പാന്ന് വിളിക്കുന്നു, നീ ബാബാന്ന് വിളിക്കുന്നു. ആ ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ. നീ വിളിക്കുന്ന കേട്ടാ മറ്റുള്ളവരങ്ങനെ വിളിച്ചു തുടങ്ങിയത്. എൻ്റെ ഒപ്പം നിൽക്കുന്നവരെല്ലാം എനിക്ക് മക്കളെ പോലാ. നീ എനിക്ക് മോളെ പോലെയാ. നിന്റെ കെട്ടിയവനെ ഞാൻ തട്ടിക്കൊണ്ടു പോകുന്നില്ല. ശരി, സ്വർഗത്തിലേക്ക് കട്ടുറുമ്പായിട്ട് ഞാൻ നിൽക്കുന്നില്ല. വരട്ടെ. എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ? ഓ, കഴിക്കാമല്ലോ. ഒരു കഷ്ണം കേക്കിങ് ഇതാ. ലേശം വലുതായിക്കോട്ടെ. നിന്റെ മോടെ പിറന്നാൾ കേക്ക് എന്റെ കെട്ടിയക്കും കൊടുക്കണം. അവളാണ് ഈ ദിവസം ഓർമ്മ വെച്ചോണ്ട് പറഞ്ഞത്. നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. നിനക്കിപ്പോ എന്താ ജോലി? 1-2 മാസമായിട്ട് ഒരു ടാക്സി ഓടിക്കാൻ കിട്ടിയിട്ടുണ്ട്. അതുവരെ വല്ലാതെ കഷ്ടപ്പെട്ടു. പണി തരാൻ പോയിട്ട് സംസാരിക്കാൻ പോലും പലർക്കും പേടിയാ. 3 വർഷമായില്ലേ ഞാൻ ബാബയെ വിട്ട് പോന്നിട്ട്. പക്ഷേ ഇന്നും ഒരു ഗുണ്ടയായിട്ട് തന്നെ എൻ്റെ എല്ലാവരും കാണുന്നത്. ഇടയ്ക്ക് പോലീസ് അന്വേഷിച്ചു വരും. കാസിം സേട്ടിൻ്റെ കേസിലും എന്നെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ. തല്ലുകയും ചെയ്തു. പോലീസിൻ്റെ ലിസ്റ്റ് ഇപ്പോഴും ഞാനുണ്ട്. നമ്മളൊക്കെ വന്നുപെട്ട വഴിയില് ഒരു തിരിച്ചുപോക്ക് എളുപ്പമല്ല. സമ്മതിക്കില്ല, ആരും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് നീയും സുജാതയും തമ്മിൽ ഇഷ്ടത്തിലാണ്, കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ വിലക്കിയത്. കഴിവതും പിടിച്ചു നിൽക്കുക. കുറെ കഴിയുമ്പോൾ ഒക്കെ നേരെയാകും. ഇതിരിക്കട്ടെ. ഉമ്മ നിന്നെ എപ്പോഴും ചോദിക്കും. സമയം കിട്ടുമ്പോ സുജാതയും മോളെയും കൂട്ടി ഉമ്മ വന്ന് കാണണം. അലിയാര് കൊലയാളിയും കൊണ്ടയാണ്. കെട്ടിയോളും മക്കളും പാവങ്ങളാ. ബാബ വരുമ്പോഴും കാശ് തരുമ്പോഴും എനിക്ക് പേടിയാ, വീണ്ടും അവരുടെ കൂടെ കൂടുമെന്ന്. അത് ശരി. അപ്പൊ നിനക്കിപ്പോഴും എന്നെ വിശ്വാസമില്ലല്ലേ? അയ്യോ, അങ്ങനെ പറയരുത്. വിശ്വാസമാണ്, ഈശ്വരനേക്കാൾ വിശ്വാസമാണ്. ഞാനൊരു സത്യം പറയട്ടെ. 3 കൊല്ലമേ ഉള്ളൂ ഞാൻ ജീവിക്കാൻ തുടങ്ങിയിട്ട്, നിന്നെ കിട്ടിയത് മുതൽ. അതിനു മുമ്പ് വരെ ഒരുതരം മരണപ്പാച്ചിലായിരുന്നു. ഏത് നിമിഷവും ഒരു കഠാരയോ വെടിയുണ്ടോ നെഞ്ചു തുളച്ച് കടന്നു വരും. ഇപ്പോ ആയുസൊന്ന് നീട്ടിക്കിട്ടണമെന്നാ പ്രാർത്ഥന. എത്ര വേണം ആയുസ്? 1000 കൊല്ലം.